അതാണ് മക്കളെ ചിരക്കെട്ട്. നടന്ന് നമ്മൾ കുളിക്കാനാണ് ഈ ഏരിയക്ക് പോണേ. അതിന് പറ്റിയൊരു ടെറിട്ടറി നോക്കി നടക്കുക. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് വരെ ഇതിനുള്ളിൽ അടിപൊളി തണലാട്ടോ. നല്ല ചെറിയൊരു നൈസ് കാറ്റും പക്ക അറ്റ്മോസ്ഫിയറും. അയ്യോ ഇതാണ് ഗൈസ് നമ്മുടെ ചെറുക്കെട്ട്. നമ്മുടെ ചെക്കന്മാരൊക്കെ കേട്ടോ, എല്ലാരും ഉണ്ട്. അവിടെ പിള്ളേരെല്ലാരും ഉണ്ട്. ഫുൾ ഓണാണ്, ഫുൾ പവർ. ഓ ഏതാ ഫീൽ അറിയാം, വെള്ളത്തിന്റെ തണവും വേറെ മൂഡ്. പക്ക സീനറിയാണ്, ക്ലൈമറ്റ്. ഓ ഓർത്തനാണ് നീന്താൻ പഠിപ്പിച്ചോണ്ടിരിക്കുക. നീന്താൻ അറിയാത്തമാരുണ്ട്, നീന്തുന്നവരുണ്ട്. നീ മെയിൻ ആശാനാണ് നീന്താൻ പഠിപ്പിച്ചു കൊടുക്കണേക്കനെ. കണ്ടോ അറിയാത്ത അവിടെ കിടന്ന് മുങ്ങാൻ കൂടിയിട്ട് പഠിക്കണം. ആദ്യം വെള്ളം കുടിച്ചിട്ട് നീന്തൽ പഠിക്കൂ. സിമ്പിള് പോരട്ടെ ഓതോ. നീന്താൻ പഠിക്കുന്ന വിശേഷം നമ്മൾ കണ്ടോണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ റീസൺ തന്നെ ഈ ഒരു വീട്ടിലേക്കാണ്. കാരണം ഇത് ഞങ്ങളുടെ തറവാടാണ്. അപ്പോൾ എത്തിങ്ങാറ്റ് മുന്നേ കുറച്ച് ആ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് കാട്ടിയാലാ വിചാരിച്ചു. കാരണം ഇവിടെ കുറച്ച് പരിപാടിയും കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊരു മീറ്റപ്പും അങ്ങനെ കുറച്ച് ചെറിയ പ്രോഗ്രാംസ്, അതിനായിട്ട് നമ്മൾ വന്നത്. അപ്പം അതിൻ്റെ തൊട്ട് മുന്നത്തെ ആ വീടിൻ്റെ ഈ ഒരു ചെറുക്കെട്ട് ഒറ്റ വീടുള്ളൂ ഏറ്റത്തായിട്ട്. അപ്പം അതിൻ്റെ വിഷ്വൽസാണ് ജസ്റ്റ് ഒന്ന്. അങ്ങനെ നമ്മുടെ രണ്ട് കസ്റ്റമേഴ്സിനെ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും ഇവിടെ ലോക്കായിട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര ഫേമസ് ആയ അനുക്കാസ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പൊങ്ങിക്കണ മഹാനവർക്കാണ്. താങ്കളുടെ കൈകൾ തരികയായിരുന്നെങ്കിൽ. ഓ താങ്ക് യു. രണ്ടും എൻ്റെ അനിയന്മാരാട്ടോ, രണ്ടെണ്ണം ഉണ്ട്. സെക്കൻഡ് വണ്ടിയാണെങ്കിൽ നോക്കിക്കോ, അത്താളാണെങ്കിൽ കണ്ടോ. ഇതാണ് ആണ്ട് മുതൽ. എന്ത് മേലെ നീ പണിയെടുക്കടാ, മേലെ നീ പണിയെടുക്കട്ടോ. അമ്മക്കൊന്ന് കാണിക്കുകയാണെങ്കിൽ കുറച്ച് ഗൈസ്. അങ്ങനെ അവസാനം അമ്മക്കും ചെറിയ ലോക്ക് കിട്ടി. വേറെ ഒന്നല്ല, കുറച്ച് വെള്ളം എടുത്തോണ്ടേ. അപ്പം അതിന് നമ്മൾ വന്ന കിണർ തന്നെ ഇത്തിരി ഹൈലൈറ്റ് ആട്ടോ. ജസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും. പണ്ടത്തെ ആൾക്കാർ നടന്നിട്ടാണ് എന്ത് ചെയ്യുക. ഇതൊരു വെള്ളം പറ്റിയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയറായി കാണുമായിരുന്നു. കാരണം ഓരോ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇറങ്ങി പോയിട്ട് വേണം എന്തെങ്കിലും വെള്ളം എടുക്കാൻ. ഇപ്പോൾ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഭാഗം കാണാൻ പറ്റുന്നില്ല. പറമ്പെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു പറമ്പിൻ്റെ ഒരു 100% മൊത്തത്തിൽ കാണണമെങ്കിൽ ഇത് അതുപോലെ ഇങ്ങനെ പീസായിട്ട് ചില്ലായിട്ട് ഒരു റിസർവിലാണ് ഇങ്ങനെ നടക്കുന്നത്. എന്തിനാണ് ഇത്ര കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് ട്വിസ്റ്റ് ഉണ്ട്, അതിപ്പോൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ മനസ്സിലാണ്ട് എന്തിനെല്ലാവരും റിസ്ക് എടുത്തിരുന്നു. കാരണം അവിടെ വെറുതെ നിന്നാൽ മതി, പെർഫ്യൂമൊക്കെ ഒരു ഇഞ്ചിന് അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ അതിൻ്റെ കാലാവരോടുകൾ കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ റിസൾട്ടും കിട്ടി.
അങ്ങനെ അതങ്ങോട്ട് കേമായി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് ഒരുത്തം കുളിക്കുന്നു. അവനതാവാൻ കാരണം ഞങ്ങളെ റേഞ്ച് അവനുണ്ട് ഒറ്റയ്ക്ക്. എല്ലാം കഴിഞ്ഞിട്ട് തറവാട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. നോക്കുമ്പോൾ എല്ലാവരും വണ്ടറായി നിൽക്കണേ. കാരണം എന്താ വെച്ചാൽ 2016 കലണ്ടറാണ്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഇതുവരെയായിട്ടും ഇതൊന്നും ഇളക്കിയിട്ടും പോയില്ല. പഴയ തറവാടിൻ്റെ ഒരു ഉൾവശം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. മറ്റേത് പുതിയത് കയറ്റിയാണ് പിന്നീട്. ഇതായിരുന്നു ആദ്യം എല്ലാവരും വന്നിരുന്നു താമസിച്ചായിരുന്നൊക്കെ. 2016 കലണ്ടർ ഉണ്ടെൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആരും ഇതൊരു വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നടന്നു വന്നിട്ട് ഒന്ന് കുറച്ചൊന്ന് ടയേർഡായി. പിന്നെ നൈസായിട്ട് തിരിക്കുകയാണ്. ഏതാ ഫീൽ എന്നറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഏരിയ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാട്ടിത്തരാം. കിടിലം വൈബാണ്. കാരണം നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. അതിലുപരി നമ്മുടെ ഫാമിലി, ഞങ്ങൾ ചെറുപ്പം മുതൽ എല്ലാവരും കുട്ടിക്കാലം അത്ര എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഞങ്ങളുടെ തറവാടിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത്തി ബ്ലോക്കിൽ. പിന്നെ പലരും ഓരോരുത്തർ ഞങ്ങൾ വലുതുമ്പോഴായാലും ഞങ്ങളുടെ കാരണവന്മാർ കുറച്ചും കൂടി കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പലരും പ്രവാസലോത്തോട്ട് പോയി. അങ്ങനെ ഓരോരുത്തർ മാറി വീടുകളൊക്കെ താമസം കുറച്ച് എല്ലാവരും അകലായി. പിന്നെ അത്രയും വർഷത്തിന് ശേഷം ഇന്നാണ് എല്ലാവരും കൂടി മീറ്റപ്പ് വെച്ചത്. കാരണം ഈ ഒരു ഇത് ഞങ്ങളുടെ തറവാടിൽ വരുന്ന വേറൊരു ഏരിയയാണ്. കാരണം കൃഷിയും ഏകദേശം 2 ഏക്കറുള്ള ഇവിടെ ആദ്യം കൃഷിയായിരുന്നു. പിന്നീട് വെള്ളം ഈ ഒരു ഡാം പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയൊക്കെ അടിയിലായി. പിന്നെ കുറച്ചൊരു ഏരിയ മാത്രം പുറമെ എന്തെങ്കിലും പറമ്പായിട്ട് നിൽക്കും. ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ തന്നെ അത് വേറെ. കാരണം ഇപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചാടി കളിച്ചിരുന്ന ഒരുപാട് മരങ്ങളായിരുന്നു. പിൻകാലത്ത് വന്നാകുമ്പോൾ കുറേയൊക്കെ വെള്ളത്തിൻ്റെ ഈ ഒരു ഡാമിൻ്റെ കുറച്ച് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നീട്ടി വരും. വലിപ്പം കാര്യങ്ങളൊക്കെ കൂട്ടിയതിൻ്റെ ശേഷം പിന്നീട് ഞങ്ങളത് ഒന്ന് അത്ര എക്സ്പ്ലോർ ചെയ്ത ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി. പിന്നെ കുറച്ചൊരു ഏക്കറോളം മാത്രം പുറത്ത് പൊങ്ങി നിൽക്കുന്ന ഏരിയാസുള്ളൂ, ഒരു പറമ്പായിട്ട് നിൽക്കണേ. പിന്നെ അവിടെ ഞങ്ങൾ അത്രയും എന്താ പറയുക നോസ്റ്റാൾജിയ ഫീൽ ചെയ്യുക പറയില്ലേ. അത്ര വർഷം കഴിഞ്ഞിട്ട് പലരും പല വഴിക്ക് പ്രവാസലോകത്തേക്ക് ആയിക്കോട്ടെ പലരും വീടുകൾ പുതിയ വെക്കിയത് കുറച്ച് ദൂരത്തൊക്കെ ആയിട്ട് അങ്ങനെ മാറി. പിന്നീട് ഇങ്ങോട്ട് വരലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പം അത്രയും വർഷത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഒന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന് ഈ ഒരു ഏരിയ അങ്ങനെ നമുക്ക് എല്ലാവരും കൂടി വീണ്ടും ഒന്ന് മീറ്റപ്പ് ചെയ്യാൻ പറ്റി. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാണ് ഇങ്ങോട്ട് ഇരുന്നപ്പോൾ തന്നെ ഇത്ര ചൂടിൻ്റെ ഇടയിൽ ചൂട് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു പുറത്തോട്ട് നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം അത് വേർക്കുക. കാരണം അത്ര പെട്ടെന്ന് ടയേർഡാവുന്ന ഒരു ക്ലൈമറ്റാണ് നമ്മുടെ ഈ ഔട്ട് സൈഡ് ഭാഗത്തൊക്കെ ഉള്ളത്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഈ ഒരു ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ കിട്ടണ ഫീൽ പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ്. കാരണം ഒരു ഏരിയ നേരത്തെ കാട്ടി വന്നല്ലോ, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ ഫ്രഷ് ബ്രീത്ത്. ഞാൻ നടന്നു വന്നിരുന്നിട്ട് അത്രയും ടയർഡായിട്ടാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ കിട്ടണ ഒരു നമ്മളവിടെ ഇരുത്താണ്. കാരണം അത്ര നേരം നമുക്ക് ഒറ്റയ്ക്ക് സൈലൻ്റായിട്ട് ഒരാളെ നമ്മൾ ചുറ്റിലിപ്പോൾ ഒരാളില്ല. പക്ഷെ ഒറ്റയ്ക്ക് വന്നിരിക്കാന്ന് പറ്റിയൊരു സ്ഥലം പറഞ്ഞാൽ അത് ഇവിടെ മാത്രം ഉള്ളൂ സത്യം പറയാൻ. കാരണം ഇവിടെ നമുക്ക് വേറെ ഒരു മൃഗങ്ങളിൽ അങ്ങനെ വേറെ ഡിസ്റ്റർബൻസ് ഇല്ല. പിന്നെ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടൊരു മൈക്രോ കാടുകളൊക്കെ പറയും. ഇവിടുന്ന് കുറച്ച് വാളാനി ഏരിയക്ക് കണക്ട് ചെയ്യുന്ന കുറച്ച് കാടുകളൊക്കെ ഉണ്ട്. അതും ഇവിടുന്ന് 2 മല 3 മലയൊക്കെ കടന്ന് അപ്പുറം എത്തണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഏരിയ അടിപൊളിയായിട്ട് ഭയങ്കര കാമായിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടിരിക്കും. അപ്പോൾ അത് പറ്റിയ പ്ലേസാണ് സത്യം പറയുന്നത് ഈ ഒരു ഏരിയ. ഇതിൻ്റെ ലൊക്കേഷനുകളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഗൈസ് കാടിൻ്റെ ഉള്ളിൽ പീസായി നടക്കുക പറഞ്ഞാൽ വേറെ വൈബോ. കണ്ട് ഇറങ്ങി വന്ന വഴിയൊക്കെ നോക്കിക്കേ, ഏത് മൂട്. ഇവിടുന്ന് അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഡാം, പക്ഷികളെ ശബ്ദം, ഒരു മൃഗങ്ങളെ പേടിക്കണ്ട. വെറുതെ സിമ്പിളായിട്ട് വളരെ പീസായിട്ട് ഇങ്ങനെ എലോണായിട്ട് നടക്കുക. ഫുൾ പൊളി. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വൈബ്. വളരെ സിമ്പിളായിട്ട് എടുത്താട്ടോ ഷൂട്ട് ചെയ്താണ്. ഇതാണ് ഒരു ചരക്കെട്ടിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മഴക്കാലത്ത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ മേലോട്ട് കവിഞ്ഞു കൊടുക്കും. നല്ല രസമാണ്. ഒരുപാട് പേര് ഈ ഒരു ഏരിയ മാത്രം എന്ത് ചെയ്യും കവർ ചെയ്തിട്ട് നിൽക്കും. കാരണം അവർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഫോഴ്സിൽ എന്ത് ചെയ്യും ഈ ഒരു ഭാഗം മൊത്തം കവറായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് കറക്റ്റ് ഒരു മഴ ടൈമിലാണ് തുടങ്ങുക. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി കൊടുമ്പ് ചാത്തൻചിറ എന്നാണ് പറയുക. അതായത് കുന്നോളത്ത് നിന്ന് വടക്കാഞ്ചേരി റോഡ്, വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നോളം റോഡ്. തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു ചാത്തൻചിറ ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക ചില്ല് ചെയ്തിട്ട് നടക്കാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ എന്നാൽ ശരി, കാണാം, ബൈ.